അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുൻപ് ജൂനിയർ ഇൻസ്ട്രക്ടർ, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റിന്റെ ഒരു കൺഫർമേഷൻ മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അല്ലേ? ഇതിലുള്ള ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയോ ഈ പോസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ വേക്കൻസി എന്താണ്, ഇതിന്റെ സിലബസ്, ഇതിനെ കുറിച്ചൊക്കെ അറിയാമോ നിങ്ങൾക്ക്? അപ്പൊ എല്ലാവരും കാത്തിരുന്ന ഒരു സമയമാണല്ലേ? നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്ക് ഈ മാസം കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. കമ്പനി ബോർഡ്, കോർപ്പറേഷനിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് പോസ്റ്റുകളും, അതുപോലെ തന്നെ ഇപ്പോ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ? നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിൽ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോ നമുക്ക് നമ്മുടെ PSC സൈറ്റിലുണ്ട്, അവൈലബിൾ ആണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 12 ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം, ഷോർട്ട് ഹാൻഡ് മലയാളം, ഇങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇത് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് സെന്ററുകൾ ഉണ്ട്. നമുക്ക് എല്ലാ ജില്ലയിലും ഇല്ല, പക്ഷെ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അവിടെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റർ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെന്റർ പോലുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്കിപ്പോ വേക്കൻസി ഒന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇനിയും നമുക്ക് കൂടാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലേക്കുള്ള ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അതിന്റെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിഗ്രിയും അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെനോഗ്രാഫർ കമ്പനി ബോർഡ് എക്സാമുകൾ ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിസംബറിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. അപ്പൊ അതിന്റെ എല്ലാം പുതിയ ബാച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും നാളും നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, നമ്മള് കാണാലോ അല്ലെ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഡിറ്റർമൈൻസ് ദി പൊസിഷൻ ഓഫ് എ ഫ്രേസിയോഗ്രാം? വേഗം കമന്റുകൾ വന്നോട്ടെ കേട്ടോ. വളരെ ഒരുപാട് സന്തോഷമുണ്ട്. അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എക്സാം ഒക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ഒരുപാട് പേര് എന്നെ അറിയിച്ചു, അതിലും ഒരുപാട് സന്തോഷം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഡിറ്റർമൈൻസ് ദി പൊസിഷൻ ഓഫ് എ ഫ്രേസിയോഗ്രാം? ഒരു ഫ്രേസിയോഗ്രാമിന്റെ പൊസിഷൻ എങ്ങനെയാണ് ഡിറ്റർമൈൻസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്നു, ദി ഫസ്റ്റ് വവൽ സൗണ്ട് ഇൻ എവരി വേർഡ്. ഇതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവരി വേർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ, ആൻസർ ഒക്കെ കമന്റ് ചെയ്യാം. എന്താ എല്ലാവരും ഉണ്ടാതിരിക്കുന്നത്? കമന്റ് ചെയ്തോളൂ. ദ ഫസ്റ്റ് വവൽ സൗണ്ട് ഇൻ എവരി വേർഡ് എന്ന് പറഞ്ഞു. എല്ലാ വേർഡിലെയും ഫസ്റ്റ് വവൽ സൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വേർഡിലല്ല. ഫ്രേസിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദി പെൻ അല്ലെ? നമുക്ക് 2 or 3 അതിലധികമോ വേർഡ്സിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ഫ്രേസിയോഗ്രാം എന്ന് പറയുന്നത് അല്ലെ? സോ ഫസ്റ്റ് വവൽ സൗണ്ട് ഇൻ എവരി വേർഡ് എന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് വേർഡ് ഫോം ഇൻ ദി ഫ്രേസിയോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനി ഫസ്റ്റ് പൊസിഷൻ വേർഡ് ഫോം ഇൻ ദി ഫ്രേസിയോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലി 1, ഓൺലി 2, ഓൺലി 3, ഓൾ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ഓൺലി 2 ആണ് കേട്ടോ. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, കേൾക്കാമോ? പറയുന്നത് കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? ആരും ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ഒരു ടെൻഷനും വേണ്ട. എന്ത് പറ്റി? കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചെറ പറയാവുന്ന മെസ്സേജുകൾ, ആൻസറുകളൊക്കെ വേഗം വിളിച്ച് പറയുന്നതാണല്ലോ. എന്ത് പറ്റി? പറയൂ, ആൻസർ പോരട്ടെ. കോൺഫിഡൻസ് ഒക്കെ പോയോ?
ഓക്കെ, ബി പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഉഷാറാവട്ടെ കേട്ടോ. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഡയറക്ഷൻ ഓഫ് സ്ട്രോക്സ്? സ്ട്രോക്സിന്റെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ആ ഒരു സെന്റൻസ്. ആർ ഈസ് റിട്ടൺ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്? കറക്റ്റ് ആണ്. ആറ് നമുക്ക് അപ്വേർഡോ ഡൗൺവേർഡോ എഴുതാം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെ ഈസ് റിട്ടൺ ഡൗൺവേർഡ്. ചെ നമ്മൾ ഡൗൺവേർഡ് എഴുതുന്നു. കെ ഈസ് റിട്ടൺ വെർട്ടിക്കലി. കെ വെർട്ടിക്കലി ആണ് എഴുതുന്നു എന്ന് പറയുന്നതാണ്. ഷിൽ ഈസ് റിട്ടൺ ഡൗൺവേർഡ്. അപ്പൊ അങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ട്. ഇതില് ആർ ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രൂ ഏതാണ്? ട്രൂ ഏതാണ് ട്രൂ വരുന്നത്? ഓപ്ഷൻ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർ എന്ന് പറയുന്നതും, അതായത് 1ഉം 2ഉം ആണ് ശരി. നമ്മൾ കെ എഴുതുന്നത് ഹൊറിസോണ്ടലി ആണ്. ഷിൽ ഈസ് ഓൾവേസ് റിട്ടൺ അപ്വേർഡ് ആണ്. ഷിർ ആൻഡ് ഷിൽ എന്നുള്ള ചാപ്റ്റർ പഠിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഷിർ എന്ന് പറയുന്നത് ഡൗൺവേർഡും ഷിൽ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആർ ആൻഡ് ചെ ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ ഇസ് ഡി, ഓപ്ഷൻ ഡി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following statements are not true with respect to initial hooks to strokes എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ഇനീഷ്യൽ ഹുക്സും സ്ട്രോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്റർവീനിങ് വവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അല്ലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതെ, അതന്നെയാണ് ക്വസ്റ്റ്യൻ. യെസ്, ഏതായിരുന്നു? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ. കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഇനീഷ്യൽ ഹുക്സ് ടു സ്ട്രോക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എ സ്മോൾ ഇനീഷ്യൽ ഹുക്സ് ടു സ്ട്രേറ്റ് സ്ട്രോക്സ് ഇൻ ലെഫ്റ്റ് മോഷൻ ആഡ്സ് ആർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പിൽ മെസ്സേജ് വന്നില്ലേ? ഓ, അതെന്താണെന്നറിയോ, നമ്മുടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതിപ്പോഴാണ് ഒന്ന് കറക്റ്റ് ആക്കി തന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ വിട്ടുപോയി. അതുകൊണ്ടായിരിക്കും അല്ലെ, കുറച്ചു പേര് ഇല്ല അല്ലെ? ഓ, ശരി. അപ്പൊ വളരെ കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ വീണ്ടും പറയണോ? അതൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയണോ? അവരെന്തായാലും ക്ലാസ് കേൾക്കൂലോ അല്ലെ, റെക്കോർഡഡ് ക്ലാസ് കേൾക്കൂലോ. അപ്പൊ അത് അങ്ങനെ പോട്ടെ. അപ്പൊ കുറച്ച് പേരുള്ളൂ, വളരെ കുറച്ച് പേരുള്ളൂ അല്ലെ? അവര് വരട്ടെ, നമുക്ക് അപ്പോഴേക്കും തുടങ്ങാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഈ സ്മോൾ ഇനീഷ്യൽ ഹുക്സ് ടു സ്ട്രേറ്റ് സ്ട്രോക്സ് ഇൻ ലെഫ്റ്റ് മോഷൻ ആഡ് ആർ എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് മോഷനിൽ ആഡ് ചെയ്യുന്നത്, ലെഫ്റ്റ് മോഷൻ എന്നുള്ളത് ആർ ഹുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് തെറ്റാണ് അല്ലെ? ലെഫ്റ്റ് മോഷൻ നമ്മൾ എൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എ സ്മോൾ ഹുക്ക് ഇൻസൈഡ് കർവ് ഇനീഷ്യലി ആഡ്സ് എൽ. സ്മോൾ ഹുക്ക് കർവ്ഡ് സ്ട്രോക്കിൽ എൽ എന്നാ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കർവ്ഡ് സ്ട്രോക്കിന്റെ ഉള്ളിൽ എൽ വരുമ്പോൾ എന്താണ്? അത് ഒരു ലാർജ് ഹുക്ക് ആയിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? കാരണം ഇൻസൈഡ് ദ കർവ് ആണ്. നമ്മൾ ആർ ഹുക്ക് സ്മോൾ ആയിട്ട് കാണിക്കും. നമുക്ക് വേറൊരു മോഷൻ അവിടെ എഴുതാൻ സാധിക്കാത്തത് കൊണ്ട് എൽ എന്ന ഹുക്കിനെ നമ്മൾ വലുതാക്കി കാണിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ആ രണ്ടെണ്ണം അല്ല, ആ രണ്ടെണ്ണവും എന്താണ്? ട്രൂ അല്ല അല്ലെ? നമ്മളോട് നോട്ട് ട്രൂ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എ ലാർജ് ഹുക്ക് ടു സ്ട്രേറ്റ് സ്ട്രോക്സ് ആഡ്സ് എൽ. ലാർജ് ഹുക്ക് നമ്മൾ എൽ അല്ല അല്ലെ? എൽ എന്ന് പറയുന്ന ഒരു സ്മോൾ ഇനീഷ്യൽ ഹുക്സ് ആണ്. അപ്പൊ അതും തെറ്റാണ്. ദ സ്ട്രോക്ക് ആർ ഈസ് ഓൾവേസ് ഹുക്ക്ഡ് ഫോർ എൽ. അപ്പൊ ഏതാ ആൻസർ? മൂന്നാമത്തെ ആൻസർ എന്താണ്? എല്ലാം തെറ്റാണ്. സോ ഓൾ ഓഫ് ദി എബവ്. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർവീനിങ് ഡോട്ട് വവൽ ബിറ്റ്വീൻ ആൻ ഇനീഷ്യൽ ഹുക്സ് ആൻഡ് ഇറ്റ്സ് സ്ട്രോക്ക് ഈസ് റെപ്രസെന്റഡ് യൂസിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു? ഞാൻ ആ ഒരു നോട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവീനിങ് വവൽ വന്നു കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്കിന്റെയും ഒരു കർവിന്റെയും ഇടയിൽ ഒരു ഇന്റർവീനിങ് വവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കണം? ഒരു സ്മോൾ സർക്കിൾ കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ലെഫ്റ്റ് സെമി സർക്കിൾ, റൈറ്റ് സെമി സർക്കിൾ, എ സ്മോൾ സർക്കിൾ സ്ട്രൈക്കിംഗ് ദി വവൽ ത്രൂ ദി സ്ട്രോക്ക്. നമ്മളോട് ഡോട്ട് ആൻഡ് ഡാഷ് വവൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്മോൾ സർക്കിളും സ്ട്രൈക്കിംഗ് ദി വവൽ ത്രൂ ദ സ്ട്രോക്കും ശരിയായേനെ. കാരണം രണ്ടും വരും. ഡോട്ട് വവലിന് സ്മോൾ സർക്കിളും അതുപോലെ തന്നെ ഡാഷ് വവലിന് ഒരു സ്ട്രൈക്ക്, ഒരു ചെറിയൊരു വര ഇട്ടിട്ടാണ് നമ്മൾ അതിനെ ഒരു ഇന്റർസെക്ഷൻ പോലൊരു ഡാഷ് വവലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു.
അതുകൊണ്ട് ഡോട്ട് ആൻഡ് ഡാഷ് ചോദിച്ചാൽ നമുക്ക് 3ഉം 4ഉം ആണ് ആൻസർ. പക്ഷെ ഇതിൽ നമ്മൾ ഓൾറെഡി ഡോട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ എ സ്മോൾ സർക്കിൾ ആണ് ആൻസർ. ഇതില് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. യെസ്, വെരി ഗുഡ്. ഇനി എൻ ഹുക്ക് ഈസ് യൂസ്ഡ് ഇൻ ഫ്രേസിയോഗ്രഫി ഫോർ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2-3 വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ ഹുക്ക് ഏതായിരുന്നു എന്നല്ലേ? എൻ ഹുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫ്രേസിയോഗ്രഫിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതൊക്കെ വേർഡ്സിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ബീൻ, ദാൻ, ഓൺ, ഓൺ. ഏതായിരുന്നു ആൻസർ? ഓൾ ഓഫ് ദി അബവ് ആണ് കേട്ടോ. എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദി ഫോം എൽ കെ ആൻഡ് എൽ ഗെ എൽ ജി അല്ലെ, ഷൺഹുക്ക് ഈസ് റിട്ടൺ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ദി ഫോം ഓഫ് എഫ് കെ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എഫ് കെ എഫ് ഗെ. അതിനുശേഷം നമ്മൾ റൈറ്റ് മോഷൻ എഴുതണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എൽ കെ ആണ് കണ്ടോ. അപ്പൊ അതന്നെയാണ് ആ ഒരു സെയിം പേജിലുള്ള നോട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളത് ലെഫ്റ്റ് മോഷനിലാണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ 6ാമത്തെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് എ സ്ട്രോക്ക് എസ് ഓർ സെഡ് ഈസ് നീഡഡ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എസ് അല്ലെങ്കിൽ സെഡിന്റെ സ്ട്രോക്ക് എപ്പോഴാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ സം എന്ന് പറയുമ്പോൾ സർക്കിൾസ് എം ആണ് നമ്മൾ എഴുതുക. സീറോ എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് ആണ്. സോസർ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തന്നെ എസ് എസ് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എസ് എസ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എസ് എസ് വന്നത് എന്താണ്? അതെ, 2 എസ് ഒന്നുകൊണ്ട് നമുക്കത് സ്ട്രോക്ക് തന്നെ എഴുതണം എന്ന് പറഞ്ഞു. ബിസി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എസിന് ശേഷം ഇ എന്ന് പറഞ്ഞ വവ്വൽ വന്നതുകൊണ്ട് ബി എസ് എന്ന് പറഞ്ഞ സ്ട്രോക്ക് തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സീറോ, സോസർ, ബിസി മൂന്നിനും എന്ത് തന്നെ വേണം? സ്ട്രോക്ക് തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൗൺവേർഡ് എൽ ഈസ് യൂസ്ഡ്. ഡൗൺവേർഡ് എൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എപ്പോഴാണ് ഡൗൺവേർഡ് എൽ യൂസ് ചെയ്യുന്നത്? മസിലില് മാത്രമാണ് നമ്മൾ അപ്വേർഡ് യൂസ് ചെയ്യുന്നത്. എം സർക്ലസ് എൽ അപ്വേർഡ് എൽ ആണ്. ബാക്കിയെല്ലാം നൈസിലി എന്നിന് ശേഷം കെക്ക് ശേഷം ഒക്കെ നമ്മൾ ഡൗൺവേർഡ് എൽ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ അപ്പോ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മൂന്നിനും നമ്മൾ ഡൗൺവേർഡ് എൽ ആണ് അല്ലെ. നൈസിലി, ക്യാൻസൽ, ലെസൺ ഇതൊക്കെ നമ്മൾ ഡൗൺവേർഡ് എൽ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റിർ ലൂപ്പ് ഈസ് നോട്ട് റിട്ടൺ. എപ്പോഴാണ് STR ലൂപ്പ് നമ്മൾ എഴുതാത്തത്? ഏത് കണ്ടീഷനാണ്? വിച്ച് കണ്ടീഷൻ? STR ലൂപ്പ് പറയൂ, വേഗം കമന്റ് ചെയ്യൂ. ഓപ്ഷൻ എ അല്ല. നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യില്ല. ഓക്കെ, കറക്റ്റ് ആണ്. മീഡിയയിൽ യൂസ് ചെയ്യാം. വെൻ എ സ്ട്രോങ് ഓവൽ ഒക്കർ ബിറ്റ്വീൻ ST ആൻഡ് R. അതിന്റെ ഇടയിൽ ST ആൻഡ് Rന്റെ ഇടയിൽ ഒരു ഓവൽ വന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ST ഇട്ടിട്ട് ആ ഒരു സ്ട്രോക്ക് എഴുതേണ്ടതായിട്ട് വരും. സോ 9ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. ഡി ആണ്. 9th ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. യെസ്, വെരി ഗുഡ്, ഡി ആണ്. 10th ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? 10th. അത് കുറെ പേര് ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് ആർ നോട്ട് എ കോമ്പൗണ്ട് കൺസോണന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോമ്പൗണ്ട് കൺസോണന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതില് കോമ്പൗണ്ട് കൺസോണന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട്. ഏതൊക്കെയാണ് കോമ്പൗണ്ട് കൺസോണന്റുകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. WH ഉണ്ട്, WHL ഉണ്ട്, RR ഉണ്ട്. ഇതൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ചാപ്റ്റർ ആണ് അത്. ഒരു ടേബിൾ തന്നെ ഉണ്ട് ഏതൊക്കെയാണ് കോമ്പൗണ്ട് കൺസോണന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലില്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് FR ആണ്. FR അതിലില്ല. നമ്മൾ ആർ ഹുക്കിന്റെ ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത്. ആർ ഹുക്കിന്റെ ചാപ്റ്ററിലാണ് FR പഠിച്ചിട്ടുള്ളത്. സോ കോമ്പൗണ്ട് കൺസോണന്റിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ FR ആണ് ഓപ്ഷൻ. അതായത് 3ാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബ്ലിംഗ് പ്രിൻസിപ്പിൾസ് ഈസ് നോട്ട് എംപ്ലോയിഡ്. ആൻസർ ഏതായിരുന്നു? ഡബ്ലിംഗ് പ്രിൻസിപ്പിൾ എംപ്ലോയ് ചെയ്യാത്തത് ഏതായിരുന്നു ആൻസർ? A vowel follows final terder. ആരും ഇതുവരെ വന്നില്ലേ? വീണ്ടും ജോയിൻ ചെയ്തിട്ടില്ലേ? കുറവാണോ ആൾക്കാര്? നമ്മുടെ കുട്ടികൾ ആരും വന്നിട്ടില്ലേ? എവിടെ പോയി? ഇങ്ങനെയല്ലല്ലോ കമന്റ് വരാറുള്ളത്. എത്ര പേരുണ്ട് നമുക്കിപ്പോ?
13 പേരേ ഉള്ളൂ അല്ലേ? നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് കേട്ടോ. ബി ആണ്. ആൻഡ് 12th ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. എ, അതായത് സ്റ്റി ലൂപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ലെങ്ത് ആണ്. അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് എ സ്ട്രോക്ക് ആണ്. മീഡിയലി ആൻഡ് ഫൈനലി ആണ് കേട്ടോ. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. 13th ക്വസ്റ്റ്യൻ ആൻസർ, സോറി, നമ്മൾ സ്റ്റി ലൂപ്പ് ആണ് പറഞ്ഞത്. അപ് ടു ഹാഫ് ദി ലെങ്ത് ഓഫ് എ സ്ട്രോക്ക് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ സ്ട്രോക്ക് മീഡിയലി ആൻഡ് ഫൈനലി. മൂന്നും കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. ദെൻ 13th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു വോവൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദർ ആർ ആൻസർ, ദേ ആർ 12 ഇൻ നമ്പർ, ക്ലാസിഫൈഡ് ആസ് ലോങ് ആൻഡ് ഷോർട്ട് വോവൽ. കറക്റ്റ് ആണ്. റെപ്രസെന്റഡ് ബൈ എ ഡോട്ട് ഓർ ഡാഷ് അല്ലേ? റിട്ടൺ ഇൻ 3 പ്ലേസസ് ഓഫ് എ സ്ട്രോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വവലുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലാർജ് സർക്കിൾ ഇൻ ഫ്രേസിയോഗ്രഫി മേ റെപ്രസെന്റ്. ഫ്രേസിയോഗ്രഫിയിൽ ലാർജ് സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആസ് വി, നെക്സ്റ്റ്, ആസ് വെൽ, ഡിസീസ് എന്ന് പറയുന്നു അല്ലേ? നമ്മൾ ഇത് എങ്ങനെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആസ് വി തിങ്ക് അല്ലെ? ആസ് വെൽ ആസ്, ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ലാർജ് സർക്കിൾ എന്തിനെയാണ് നമ്മൾ കാണിക്കുന്നത്? ആസ് വിക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്, ആസ് വെല്ലിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിസീസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റി ലൂപ്പിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റി ലൂപ്പ് ആണ്. സോ 14th ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ആർ പ്രിഫിക്സസ്. ഇതിൽ ഏതൊക്കെയാണ് പ്രിഫിക്സസ് എന്നാണ് പറയുന്നത്. സെൽഫ്, ഇങ്, ഇൻട്രോ, മെന്റ്. സെൽഫ് എന്നുള്ളത് പ്രിഫിക്സ് ആണ്. ഇങ് അതൊരു സഫിക്സ് ആണ്. ഇൻട്രോ പ്രിഫിക്സ് ആണ്. മെന്റ് സഫിക്സ് ആണ്. സെൽഫും ഇൻട്രോ ആണ്. 1 and 3 ആണ് നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ ഇതില് ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 16th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വേർഡ്സ് വിത്ത് എ ഡൈഫോൺ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഐഡിയൽ ടവൽ ബൗൾ ലെയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 1 and 4 ഐഡിയൽ ആൻഡ് ലെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി സ്ട്രോക്സ് വിച്ച് when standing alone cannot be halved for the addition of t or d unless they are hooked initially or finally. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെന്റൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഹുക്ക് ഹാൽവിങ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. അതിന്റെ ആൻസർ വരുന്നത് എം പി ആൻഡ് ഇങ് ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ആണ്. പിക്ക് ഔട്ട് ദി വേർഡ്സ് വേർ അപ്വേർഡ് ആർ ഈസ് ടു ബി എംപ്ലോയിഡ്. അപ്വേർഡ് ആർ ഈസ് ടു ബി എംപ്ലോയിഡ് എന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? റേ ആൻഡ് ഇത്ത് ആണ്. അറബ് എന്ന് പറയുമ്പോൾ ആർ ആണ്, ഡൗൺവേർഡ് ആർ ബി. അതുപോലെ അർജന്റ്, റൂമർ. സോ 18th ആൻസർ സി ആണ്. 1, 3 and 4 കേട്ടോ. ഓക്കെ, അറബ് മാത്രമാണ് ഡൗൺവേർഡ് ആർ, ബാക്കിയെല്ലാം അപ്വേർഡ് ആർ ആണ്. ഓപ്ഷൻ സി ആണ്. ആൻഡ് 19th ക്വസ്റ്റ്യൻ, ഡബ്ലിംഗ് പ്രിൻസിപ്പിൾ ഈസ് എംപ്ലോയ്ഡ് ഇൻ ഫ്രേസിയോഗ്രഫി. ദയർ, ഡിയർ, ദർ, ത്രൂ. അതിൽ ത്രൂ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാത്തത്, ബാക്കി 3 യൂസ് ചെയ്യും. സോ ആൻസർ ബി ആണ്. സ്പെഷ്യൽ കോൺട്രാക്ഷൻസ് ആർ ഫോംഡ് ബൈ എംപ്ലോയിങ് ഫസ്റ്റ് 2 or 3 strokes, medial omission, intersection, using logogram എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി. 21st, മീഡിയൽ സെമി സർക്കിൾ ഈസ് എംപ്ലോയിഡ്. മീഡിയൽ സെമി സർക്കിൾ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? മീഡിയൽ സെമി സർക്കിൾ എന്തായിരുന്നു? ഫോർ റെപ്രസെന്റേഷൻ ഓഫ് എസ് അല്ല അല്ലെ? എസിന് വേണ്ടിയിട്ടല്ല, നമ്മൾ മീഡിയൽ സെമി സർക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ടു റെപ്രസെന്റ് ഡബ്ല്യു ആൻഡ് എ, അതായത് വേ അല്ലെ? വേ ആൻഡ് എ ഡാഷ് വവൽ. ടു റെപ്രസെന്റ് വേ ആൻഡ് എ ഡോട്ട് വവൽ. കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ 2, 3 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്വേർഡ് എച്ച് ഈസ് യൂസ്ഡ് ഇൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്വേർഡ് എച്ച് ഈസ് യൂസ്ഡ് ഇൻ ബിഹെഡ്, ലാഹോർ, കൊഹിറൻസ്, എൻഹാൻസ്. 22nd ആൻസർ സി ആണ് കേട്ടോ. സി 1 and 4 ആണ്. സി ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റെപ്രസെന്റേഷൻ ഓഫ് എച്ച്. റെപ്രസെന്റേഷൻ ഓഫ് എച്ച് അല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്.
എച്ചിനെ നമ്മൾ ഏതൊക്കെ എച്ച് ആയിട്ട് പഠിച്ചിട്ടുണ്ട്? ആസ്പിരേറ്റ് എന്ന ചാപ്റ്ററിൽ ഡോട്ട് എച്ച്, ടിക്ക് എച്ച് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രോക്ക് ഉണ്ട് അല്ലെ, എച്ചിന് ഒരു സ്ട്രോക്ക് ഉണ്ട്. സോ 23rd ആൻസർ ഓപ്ഷൻ എ ആണ്. ഡാഷ് എച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഐഡന്റിഫൈ കണ്ടിന്യൂവൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു അല്ലെ. എക്സ്പ്ലോഡൻസ് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കൺസോണൻസ് ആണ് കണ്ടിന്യൂവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇത്ത്, ഇഷ് അല്ലെ, സെഡ്, ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രോക്കുകളാണ്. അപ്പൊ 24th ആൻസർ അതിൽ ചെ എന്ന് പറയുന്നത് എക്സ്പ്ലോഡൻസ് ആണ്, ബാക്കി എല്ലാം ആണ് കണ്ടിന്യൂവൻസ്. സോ ഓപ്ഷൻ സി ആണ്. 25th question. L follows the direction of the circle which is attached to a curve. Final L is written downward after N and ing. After F, E, S, K, final L is written downward അല്ല, upward ആണ് കേട്ടോ. അവിടെ upward ആണ് വരുന്നത്, അതപ്പോൾ തെറ്റാണ്. അതുപോലെ തന്നെ മീഡിയൽ L ഈസ് ജനറലി റിട്ടേൺ അപ്വേർഡ്. സോ 1 and 2 ആണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. സ്ട്രോക്കിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ. ദെൻ ഇനി ഷോർട്ട് ഹാൻഡിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻ ഓഫീസ് ഈസ് സെഡ് ടു ബി വെർച്വൽ ഇഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ആൻഡ് മൊബൈൽ ഫോൺസ് ആൻഡ് ഡിക്റ്റേഷൻ മെഷീൻസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ മോഡേൺ മെഷീൻസ് ആണ്. നമുക്ക് ഡിക്റ്റേഷൻ മെഷീൻ ഒക്കെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, മോഡേൺ മെഷീൻസ് ആണ്. പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. The office layout should be functional and pleasant in appearance. Open space offices are not economical in physical aspect. Closed plan layout offices provide a democratic setup. Closed plan layout provides greater level of concentration. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഫീസുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഡയറക്ട്ലി അല്ല, അത് നമ്മളോടൊന്ന് ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, 1 and 4 ആണ്. ഓക്കെ, അതായത് ലേഔട്ട് എന്ന് പറയുന്നത് അപ്പിയറൻസിൽ ഒരു പ്ലസന്റ് അപ്പിയറൻസ് ആയിരിക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് പ്ലാൻ ലേഔട്ട് പ്രൊവൈഡ് ഗ്രേറ്റർ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രൈവറ്റ് ഓഫീസ് അല്ലേ, അത് തന്നെയാണ് ഈ ക്ലോസ്ഡ് പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോറി, ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 and 4 ആണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ബി. ഓഫീസ് സ്റ്റേഷനറീസ് കംസ് അണ്ടർ. സ്റ്റേഷനറീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഓഫീസ് സപ്ലൈസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Is dash is the written record of information and instructions which concern and can be used to guide the employees effort in an enterprise. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ, സെയിം സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ ആൻസർ? 30th ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരുന്നു? ആൻസർ എഴുതിയ ആൾക്കാരല്ലേ വേഗം കമന്റ് ചെയ്യൂ. ഏതായിരുന്നു 30th ക്വസ്റ്റ്യന്റെ ആൻസർ? Very good. Office manual. Next question. A diary register, dark register is maintained in office to record. നമ്മൾ ഡയറി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു? 31. ഡയറി രജിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻവേർഡ് ഇൻകമിംഗ് മെയിലുകളെല്ലാം നമ്മൾ എഴുതാനായിട്ടാണ്. അതുപോലെ തന്നെ അപ്വേർഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഔട്ട് ഗോയിങ് അല്ലെ, നമ്മൾ ഔട്ട് ഗോയിങ് രജിസ്റ്റർ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഔട്ട് ഗോയിങ് മെയിൽസ് എല്ലാം നമ്മൾ അതിൽ എൻ്റർ ചെയ്തിരുന്നത്. ഇത് ഡയറി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിംഗ് ആണ്. യെസ്, ഓപ്ഷൻ സി ആണ്. അതേപോലെ വേഗം ആവട്ടെ, അങ്ങനെ കമന്റുകൾ വരൂ. എന്താ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കണേ? എന്ത് പറ്റിയെന്നൊരു ഉഷാറില്ലല്ലോ. നിങ്ങളൊന്നും ഉണ്ടായില്ലേ ഇത്ര നേരം? ഇപ്പൊ വന്നോളൂ. ആരും കാണാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ചൂസ് ദി ഇൻസ്ട്രക്ഷൻസ് നോട്ട് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് അഡ്രസ് ഓൺ എ എൻവലപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻവലപ്പിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നോട്ട് ടു ബി ഫോളോ പാടില്ലാത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു? പറഞ്ഞോളൂ, ആൻസർ പറയൂ. ദി അഡ്രസ് ഷുഡ് ബി റിട്ടൺ പാരലൽ ടു ദി ലെങ്ത് ഓഫ് ദി കവർ. അഡ്രസ് ലെങ്ത് ഓഫ് ദി കവറിന്റെ ആ ഒരു പാരലൽ ആയിട്ട് എഴുതാം, കുഴപ്പമില്ല അല്ലെ. അഡ്രസ് ഷുഡ് ബി ഇൻ ദി ലോവർ ഹാഫ് ആൻഡ് ടുവേർഡ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്, ടുവേർഡ്സ് ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പാടില്ല, നമ്മൾ റൈറ്റിലേക്കല്ലേ എഴുതി പോകുന്നത് അല്ലെ. ലീവ് അഡിക്വേറ്റ് മാർജിൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് ലേബൽ. നമുക്ക് മുകളിൽ എൻഡിൽ, റൈറ്റ് എൻഡിലാണ് നമ്മൾ പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ യൂസിങ് ഷോർട്ട് ഫോംസ് വിൽ സേവ് സ്പേസ് ടു റൈറ്റ് അഡ്രസ് ക്ലിയർലി. അഡ്രസ് ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അഡ്രസ് ഷുഡ് ബി ക്ലിയർ. അഡ്രസ് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. സോ 32th ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്?
ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ. യെസ്, ഓപ്ഷൻ ബി ആണ് ഫോളോ ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ആണ്. ഇനി മാച്ച് ദി ബെസ്റ്റ് കോമ്പിനേഷൻ, ഇതൊന്ന് ആൻസർ ഒന്ന് പറയൂ. 33. 33യുടെ ആൻസർ എത്രയാ, ഏതാണ് 33? നമ്മളെല്ലാം പഠിച്ചു അല്ലെ, ആൽഫബറ്റിക്കൽ പഠിച്ചു, സബ്ജക്ട് വൈസ് പഠിച്ചു, ന്യൂമറിക്കൽ പഠിച്ചു, ക്രോണോളജിക്കൽ പഠിച്ചു, ജിയോഗ്രഫിക്കൽ പഠിച്ചു. പക്ഷേ അതിന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല അല്ലെ. അത് നമുക്ക് അറിയണ്ടായില്ല ഇതെന്ത് പറ്റിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇവരെന്ത് ചെയ്തു, ഒന്ന് ഇൻഡയറക്ട്ലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു അല്ലെ. നമുക്ക് എല്ലാം അറിയാതെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പഠിച്ച ആ ഒരു നോട്ട് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒന്ന് നോക്കുമ്പോ ഇൻഡെക്സ് കാർഡ് ആർ യൂസ്ഡ് ഇൻ, ഇൻഡെക്സ് കാർഡ് എവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എ അല്ലേ. അപ്പൊ നമുക്കത് അറിയില്ല, കൺഫ്യൂഷൻ ആണ്, അവിടെ നിൽക്കട്ടെ. ഫയലിംഗ് ഓഫ് ഇൻവോയ്സസ്, അത് നോക്കുക നമ്മൾ. എങ്ങനെയാണ് ഇൻവോയ്സസിനെ നമ്മൾ ഫയൽ ചെയ്യുന്നത്? ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡേറ്റ് വൈസ് ആണ് വരിക അല്ലെ. അപ്പൊ നമ്മൾ ഡേറ്റും ടൈമിന്റെയും അനുസരിച്ച് ഫയൽ ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരെന്താ, എന്താ പേര്? ഡേറ്റ് ടൈം അനുസരിച്ച് നമ്മൾ ഫയൽ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പേരെന്താ, എന്താ അതിനെ പറയാ, എന്താ പറയുന്നത്? എന്തെന്നാ പറയുന്ന അതിനെ? വെരി ഗുഡ്, ക്രോണോളജിക്കൽ അല്ലേ. സോ ബി എന്നുള്ളത് വൈ ആണെന്ന് നമുക്ക് കിട്ടി, ബി എന്നുള്ളത് വൈ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കാം, ബി വൈ എന്നുള്ള ഏതാണ് ആൻസർ ഓപ്ഷൻ ഉള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് അവിടെ കിട്ടുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എയും രണ്ടാമത്തെ ഓപ്ഷൻ ഡിയും, ഇതിലാണ് ബി വൈ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ദി മോസ്റ്റ് പോപ്പുലർ ഫയലിംഗ് മെത്തേഡ്, ആൽഫബറ്റിക്കൽ ഫയലിംഗ് ആണ് മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നത്. സി എന്നുള്ളത് വി ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡിയിലാണ് ആ ഒരു സി വി ആയിട്ട് വന്നിട്ടുള്ളത്. പ്രൊജക്ട്സ് ആർ ഇമ്പോർട്ടന്റ് എന്നുള്ളത് എന്താണ്, സബ്ജക്ട് വൈസ് ഫയലിംഗ് സിസ്റ്റം ആണ്. പ്രൊജക്ടുകളല്ലേ, അതൊരു സബ്ജക്റ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു ഫയലിംഗ് ഓഫ് ഇൻവോയ്സസ് അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഫയലിംഗ് സിസ്റ്റം കിട്ടിയാൽ തന്നെ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആയി. ഞാൻ ആദ്യം നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കറക്റ്റ് ആൻസർ അറിഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അതിന്റെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ്, പ്രിന്റഡ് ടെലിഫോൺ ഡയറക്ടറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ബൗണ്ട് ബുക്ക് ഇൻഡെക്സ് ആണ്. അതൊരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യുന്ന ഒരു ഇൻഡെക്സിംഗ് ആണ് കേട്ടോ. ഈ ഒരു സ്ട്രിപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്പിൾ ഗ്രൂപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 34ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ബി ആണ്. ആൻഡ് 35 ഈസ് യൂസ്ഡ് ആസ് എ പോസ്റ്റൽ സ്റ്റാമ്പിംഗ് മെഷീൻ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിൻ എന്ന് കാണുമ്പോൾ തന്നെ ആക്രാന്തത്തോടു കൂടി എ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ്, ഫ്രാങ്കിങ് മെഷീൻ ആണ്. അവിടെ എൽ ഇല്ല കേട്ടോ, ഫ്രാങ്കിങ്ങിന് എൽ ഇല്ല. Which of the following is not included in a verbal communication? അതിന്റെ ആൻസർ സൈലൻസ് ആണ്, ഓപ്ഷൻ സി. What is considered the most important part of a business letter? Main body, ഓപ്ഷൻ സി. 37 സി ആണ്. One of the major limitations of the written communication, ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. 38 one of the major limitations of the written communication, ഓപ്ഷൻ സി ആണ്, ടൈം കൺസ്യൂമിംഗ്. 39 this is a permanent record of the organization and can be very useful for the future reference. നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിലേക്ക് നമുക്ക് എന്താ പറയാ എടുത്തു വെക്കാൻ പറ്റുന്നത് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ 39 ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is used in an organization when the same information has given in short and simple way to any people? നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് നോട്ടീസ് ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. Then next question, 41 there are various other ways to communicate. Among them, our body plays the most important role to make the way about the body communication. This branch of study, ആ ഒരു സ്റ്റഡീനെ പറയുന്ന പേര് കൈനസിക്സ് എന്നാണ്, ഓപ്ഷൻ ഡി ആണ്. 42 the interaction between members of the same organization. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സെയിം ഓർഗനൈസേഷനിൽ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെ പറയുന്ന പേര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ, ഓപ്ഷൻ സി. And next question, this originates from social and personal interaction of the employees and transmission flow in all direction in the organization is known as, ഓപ്ഷൻ ഏതാണ്? 43 ഓപ്ഷൻ ഏതായിരുന്നു? 43 ഏതാ ആൻസർ? 43
ഓപ്ഷൻ ബി ആണ് ഗ്രേപ്പ് വൈൻ. വെരി ഗുഡ്. മെസ്സേജസ് ദാറ്റ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ ദി അതോറിറ്റി ലൈൻ. അതോറിറ്റി ലൈനിലൂടെ പോകുന്ന ആ ഒരു മെസ്സേജ് അല്ലേ, മൂവ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നുണ്ട്. 44 ആൻസർ എ ആണ്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നുണ്ട്, വെർട്ടിക്കൽ ആണ്. 45 ട്രാൻസ്ലേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ടു എ മെസ്സേജസ് ഇൻ ദി ഫോം ഓഫ് സിംബൽ എന്ന് പറയുന്നുണ്ട്. സിംബൽ ദാറ്റ് റെപ്രസെന്റ് ഐഡിയാസ് ഓർ കൺസെപ്റ്റ്. ആൻസർ ബി, എൻകോഡിംഗ്. Next question. International Volunteer Day of Economic and Social Development is celebrated on December 5. Option A. And next question. The channel used for communicating among the person of the same rank are known as. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ, സെയിം റാങ്കിലുള്ളവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ ആണ്. 47 സി ആണ് ഹൊറിസോണ്ടൽ ചാനൽ. വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കൈൻഡ് ഓഫ് ബിസിനസ് ലെറ്റർ. ബിസിനസ് ലെറ്ററുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻക്വയറീസും ഓർഡറും കൊട്ടേഷനും എല്ലാം ബിസിനസ് ലെറ്ററുമായി റിലേറ്റഡ് ആണ്. സോ ഇൻവിറ്റേഷൻ ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ കൺവീനിങ് എ മീറ്റിംഗ് ത്രൂ പ്രോപ്പർ നോട്ടീസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിക്വിസൈറ്റ് ഫോർ ദി കണ്ടക്ട് ഓഫ് എനി മീറ്റിംഗ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മള് ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ അനുസരിച്ച് ഒരു കോറം നിലനിൽക്കും. അതില് ഹാജരാകേണ്ട കുറച്ച് ആൾക്കാരുടെ എണ്ണം, അതിനാണ് നമ്മൾ കോറം. കോറം തികഞ്ഞില്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് നടക്കാൻ പാടില്ല എന്നുണ്ട്. അതിനാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി. VPP സ്റ്റാൻഡ് ഫോർ. എന്താണ് VPP? വാല്യൂ പേയബിൾ പോസ്റ്റ് അല്ലേ? സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ് 51 A dash is a type of mail that allows the recipient to represent to a business without having to pay for postage. പോസ്റ്റേജിനൊന്നും പൈസ ഇല്ലാതെ നമുക്ക് അതിലെ തന്നെ റിപ്ലൈ അയക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കാർഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബിസിനസ് റിപ്ലൈ പോസ്റ്റ് കാർഡ് ആണ് ആൻസർ. ഓപ്ഷൻ സി. ആൻഡ് 52 ആൻസർ ഉള്ളത്, നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇൻഷുർഡ് ലെറ്റർ ആണോ രജിസ്റ്റേർഡ് ലെറ്റർ ആണോ എന്നുള്ളത്. ഇതിൽ ലെറ്റർ യൂസ്ഡ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്, ലീഗൽ നോട്ടീസസ് ഓർ വാല്യുബിൾ ഐറ്റം, ഇറ്റ് ഓഫർ ആഡഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലോസ്. ഇതില് ഓഫർ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇൻഷുർഡ് ലെറ്റർ പറയാം. കാരണം നമ്മൾ അയക്കാൻ യൂസ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് ലെറ്റർ ആണ്. പക്ഷെ ഇതിൽ എന്തെങ്കിലും ബാധിച്ചു, ഇതിനെന്തെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതിനൊരു വീഴ്ച പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇൻഷുർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർക്ക് വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ആൻഡ് 53 ദ റെസിപ്പിയന്റ് മസ്റ്റ് പേ ദാറ്റ് സ്പെസിഫൈഡ് amount upon delivery to receive the item in a dash service offered by postal services എന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ആ ഒരു എമൗണ്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. 53 ഓപ്ഷൻ സി, വാല്യൂ പേയബിൾ ബൈ പോസ്റ്റ്. ആൻഡ് 54 ആൻസർ ഇ പോസ്റ്റ് ആണ്, ഇ പോസ്റ്റ്. ആൻഡ് 55 ഒരുപാട് വട്ടം നമ്മളത് പറഞ്ഞു പഠിച്ചതാണ് അല്ലേ? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് സോൺ എന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. 56 The job of the secretary is not only to assist the executive. ഓപ്ഷൻ ഡി ആണ്. ആൻഡ് 57 അതുപോലെ തന്നെ ഈ 57ഉം നമുക്ക് വന്നിട്ടുള്ളത് ആൻസർ പ്രിപ്പയർ ആൻഡ് ഡിസമിനേറ്റ് കറസ്പോണ്ടൻസ് മെമ്മോസ്. ശരിയാണ് അല്ലേ? റെഗുലർ റിപ്പോർട്ട്സ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ എക്സലന്റ് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ നോട്ട് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് അങ്ങനെ വിചാരിക്കാം. അതിന്റെ ഫൈനൽ ആൻസർക്ക് വന്നാലാണ് ആ ഒരു നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടുള്ളൂ. ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിനിങ് ഈ ഫയലിംഗ് സിസ്റ്റം എന്നാൽ നമ്മൾ അതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Effective of a secretary depend significantly on her or his ability to dash effectively with the superiors, subordinates, and external agencies such as banker, supplier, union, and government, etc. Answer B ആണ്, communicate. The list of things to do in a meeting is called. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലേ? ടു ഡു ലിസ്റ്റ്, അജണ്ടയാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് റിഫ്ലെക്ട്സ് ദ വേ യു ലുക്ക് ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് അറിയാം അല്ലെ? ഫിസിക്കൽ അപ്പിയറൻസ്. ഓപ്ഷൻ ഡി. ആൻഡ് ഇനി കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും 60 ക്വസ്റ്റ്യനിലെ 25 ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. അതായത് ഷോർട്ട് ഹാൻഡ് ആയിരുന്നു. ബാക്കി നമ്മുടെ ഓഫീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിച്ച് വൺ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിൻഡോസ്. ഓപ്ഷൻ എ. ആൻഡ് 62 ഓപ്ഷൻ സി. ആൻഡ് 63 what is the extension of notepad? .txt ആണ് അല്ലെ? .txt ആണ് നോട്ട് പാഡ്. JPG എന്ന് പറഞ്ഞ ഒരു ഇമേജിന്റെ എക്സ്റ്റൻഷൻ ആണ്, നമുക്കറിയാം അല്ലെ? MP3 M4 എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഓഡിയോ എക്സ്റ്റൻഷൻ ആണ്. ഇനി സ്റ്റോറേജ് ഡിവൈസസ്
64 പെൻ ഡ്രൈവ് ആണ്, ഓപ്ഷൻ ഡി. ആൻഡ് വിച്ച് വൺ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസസ്, നമുക്കറിയാം അല്ലെ, 65 ഓപ്ഷൻ സി സ്കാനർ ആണ്. വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്, നമ്മൾ ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ DOCX ഉണ്ട് അല്ലെ, പണ്ട് DOC ആയിട്ടുണ്ടായിരുന്നുള്ളൂ, .doc, ഇപ്പൊ നമുക്ക് DOCX എന്നുള്ളതുണ്ട്, നമുക്കറിയാം അത്. അപ്പൊ ഓപ്ഷൻ സി ആണ്. ആൻഡ് വിച്ച് വൺ ഈസ് ഓക്സിലറി മെമ്മറി, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സെക്കൻഡറി മെമ്മറി ആണ് ഓക്സിലറി മെമ്മറി. ആൻഡ് വിച്ച് വൺ ഈസ് ദി ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞിങ്ങനെ ഏതാണ്, അത് കേഷ് മെമ്മറി ആണ് കേട്ടോ, ഫാസ്റ്റസ്റ്റ്. ആൻഡ് 69 വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ഡോക്യുമെന്റേഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു വേർഡ് പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് ഡോക്യുമെന്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ ഓപ്ഷൻ ഡി ആണ്. ഹു ഇൻവെന്റഡ് അനലിറ്റിക്കൽ എൻജിൻ, ഓപ്ഷൻ ഡി. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു കോപ്പി ആൻഡ് പേസ്റ്റ്, കോപ്പി ചെയ്യാൻ Ctrl+C ആൻഡ് പേസ്റ്റ് ചെയ്യാൻ Ctrl+V. സോ ഓപ്ഷൻ ബി ആണ്. ആൻഡ് നമ്മൾ ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു റീഫ്രഷ് വിൻഡോസ്, ഡെസ്ക്ടോപ്പ് റീഫ്രഷ് ചെയ്യാൻ നമ്മൾ F5 അടിക്കും അല്ലെ, സോ ഓപ്ഷൻ എ ആണ്. ആൻഡ് 73 വാട്ട് ഈസ് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു ഫേം വെയർ എന്നാണ് പറയുന്നത്. 74 what do you mean by BIOS shadow, option C. which combination key are used to invoke Tasha's dialog box in Microsoft Word എന്ന് ചോദിക്കുന്നുണ്ട്. Shift F7, option A. which of the following is text styling feature of Microsoft Word, മൈക്രോസോഫ്റ്റ് വേർഡിൽ ടെക്സ്റ്റ് സ്റ്റൈലിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വേർഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കുറെ വേർഡുകളിൽ പല തരത്തിലുള്ള നമുക്ക് വേർഡ് ആർട്ടുകൾ കാണാനായിട്ട് സാധിക്കും അതിൽ അല്ലെ, അതാണ്. അപ്പൊ ഒരു സ്റ്റൈലിംഗ് ഫീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ വേർഡ് ആർട്ട്, അത് ടെക്സ്റ്റിന്റെ സ്റ്റൈലിംഗ് ആണ്, ടെക്സ്റ്റിന്റെ ആണ് അല്ലെ, ടെക്സ്റ്റിന്റെ ആണ് സ്റ്റൈൽ ചെയ്തത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഓപ്ഷൻ ബി. ആൻഡ് ഹൗ റോസ് ആർ നെയിംഡ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, റോസ് അല്ലെ, റോസ് എങ്ങനെയാ, നമ്മള് റോ ആണ്, റോ ഇത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഹൊറിസോണ്ടലി ഉള്ളത് റോയും വെർട്ടിക്കലി ഉള്ളത് കോളമാണ്. അപ്പോൾ ഹൊറിസോണ്ടലി ഉള്ള റോന് നമ്മൾ എങ്ങനെയാ അവിടെ എങ്ങനെയാ നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്, റോ എങ്ങനെയാ നെയിം ചെയ്തിട്ടുള്ളത്, ന്യൂമറിക്കലി ആണ്, 1 2 3 അല്ലെ. നമുക്ക് എത്ര റോ ഉണ്ട് നമുക്ക്, എത്ര റോ ആൻഡ് കോളം ഉണ്ട് നമുക്ക്, പഠിച്ചിട്ടില്ലേ അത്, ഒരു വലിയൊരു സംഖ്യ തന്നെ ഉണ്ട് അല്ലെ, ഓർത്ത് വെക്കണം കേട്ടോ, മറക്കരുത്, എനിക്ക് പറഞ്ഞു തരണം. വിച്ച് കോമ്പിനേഷൻ കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ന്യൂ പ്രസന്റേഷൻ, ന്യൂ പ്രസന്റേഷന് 79 Ctrl+N, ന്യൂ ആണ്. ആൻഡ് ഹൗ കോളംസ് ആർ നെയിംഡ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, കോളം നേരത്തെ പറഞ്ഞത് നമ്മൾ ഹൊറിസോണ്ടലി ഉള്ളതാണ് റോ എന്ന് പറഞ്ഞു, കോളം എങ്ങനെയാണ്, ആൽഫബറ്റിക്കലി ആണ് കേട്ടോ, ആൽഫബറ്റിക്കലി ആണ്. അപ്പൊ 80 ആൻസർ ഡി ആണ്. ആൻഡ് 81 വിച്ച് മെനു കണ്ടെയ്ൻ ഹൈഡ് സ്ലൈഡ്, സ്ലൈഡിനെ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, സ്ലൈഡ് ഷോയിലാണ് കേട്ടോ, ഓപ്ഷൻ ബി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് മൈക്രോസോഫ്റ്റ് എക്സൽ, എക്സലും വേർഡ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്, ഓപ്ഷൻ ബി ആണ്. ആൻഡ് 83 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ റിട്ടേൺ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, എക്സലില് കറന്റ് ഡേറ്റ് ആൻഡ് ടൈം അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ ടൈം ചോദിക്കുമ്പോൾ ഇപ്പോ അല്ലെ, ടൈം നമ്മൾ ഇപ്പോഴത്തെ ടൈം അല്ലേ പറയാ, അപ്പൊ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൗ ആണ്, അങ്ങനെ ഓർത്ത് വെക്കാം. നൗ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എന്നല്ലേ അർത്ഥം. അപ്പൊ ഡേറ്റ് ആൻഡ് ടൈം ചോദിച്ചാൽ അതിന്റെ ആൻസർ നൗ ആണ് കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കാം, ഓപ്ഷൻ എ. ആൻഡ് 84 വിച്ച് കോമ്പിനേഷൻ കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ന്യൂ സ്ലൈഡ്, ന്യൂ സ്ലൈഡ് Ctrl+M ആണ്, ന്യൂ സ്ലൈഡ് Ctrl+M ആണ്, ബി, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻഡ് 85 ഓപ്ഷൻ സി ആണ്. 86 ഓപ്ഷൻ സി. ആൻഡ് വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് നെറ്റ്വർക്ക്, പാൻ ആണ്, 87B. And next question, which protocol is used for transferring email messages from one computer to another, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എങ്ങനെയാണ്, SMTP നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു പ്രോട്ടോകോൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ഫുൾ ഫോം ഒക്കെ നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്. ആൻഡ് 89 which is passive receiver that record a copy of every packet that files, 89 option B. And 90 which is the fastest wired network transmission media, D ആണ്, ഓപ്ഷൻ ഡി, OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, OFC ട്ടോ. ആൻഡ് 91 ചേഞ്ച് ദി ഫോളോയിങ് ഡയറക്റ്റ് സ്പീച്ച് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് 92 ഓപ്ഷൻ ബി, ഗോ എന്നാണ് ആൻസർ, ഗോ, വെറുതെ ഗോ മതി, ഐ യൂഷ്വലി ഗോ ടു വർക്ക് ബൈ കാർ. ആൻഡ് 93 കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസസ് ബൈ ചൂസിങ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ, ഓൺ
I heard an interesting program on the radio in this morning. And the next question, complete the sentence by choosing the most suitable option. Option B ആണ് would come. And 95, pick the correct question tag from the option. Question tag ആണ് I am a teacher. അപ്പോൾ am എന്നുള്ളത് വരുമ്പോൾ R×I. നോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോട്ട് വെച്ചിട്ട് എഴുതും അല്ലെ, R×I എന്നാണ് പറയുന്നത്. ആൻഡ് സെലക്ട് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. ഏതാണ് വൺ വേർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. ഓപ്ഷൻ എ ആണ്. 97, റിവീലിന്റെ ആന്റോണിയം ആണ് ചോദിച്ചിട്ടുള്ളത്. റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പുറത്ത് പറയാ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാന്നൊക്കെയാണ് അല്ലെ, റിവീൽ ചെയ്യുക. അപ്പൊ അത് അതിന്റെ ആന്റോണിയം ഹൈഡ് ആണ്. ഓപ്ഷൻ എ ഹൈഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നമുക്കറിയാം റിസീവ് ആണ്. റിസീവ് അതായത് ലീഫ് എന്ന് പറയില്ല, ലീവ്സ് ആണ് അല്ലെ, എന്റെ പ്ലൂറൽ ലീവ്സ് ആണ്, LEAVES. ബിലീവിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഡിസിപ്ലിന് SC ആണ് വരുന്നത്, അപ്പൊ റിസീവ് ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. ഡി ആണ് ഓപ്ഷൻ. ആൻഡ് 99, റീപ്ലേസ് ദി അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്ത വേർഡിന് ഫ്രേസൽ വെർബ് വയ്ക്കുക. ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ കോൾഡ് ഓഫ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, കോൾഡ് ഓഫ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി വേർഡ് വിത്ത് ദി കറക്റ്റ് പ്രിഫിക്സ് ദാറ്റ് മീൻസ് നോട്ട്. ആൻസർ ഡി ആണ്, അൺപ്ലസന്റ് എന്നാണ് ആൻസർ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ ആൻസർ ചെയ്തിട്ട്? എത്ര എണ്ണം ശരിയായിട്ടുണ്ട്? എങ്ങനെയുണ്ട് മാർക്കൊക്കെ എല്ലാവർക്കും? ഒരു 60 above അല്ലെങ്കിൽ 70ക്ക് ഇടയിൽ മാർക്ക് കിട്ടുമോ എല്ലാവർക്കും? അത്രയുണ്ടോ? നോക്കിയോ എല്ലാവരും മാർക്കൊക്കെ? നമ്മുടെ എത്ര പേര് ലൈവ് ഉണ്ട്? വളരെ കുറച്ച് പേരുള്ളൂല്ലോ ലൈവില്. എന്ത് പറ്റി ഇന്ന് കയറാനായിട്ട്? എങ്ങനെയുണ്ട് എക്സാം എഴുതിയിട്ട്? 65-നുള്ളിലുണ്ട് അല്ലെ, 63. വെരി ഗുഡ്. നമുക്ക് നോക്കാം. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കട്ട് ഓഫിന്റെ കാര്യം. നമുക്ക് ഇവര് വളരെ കുറച്ച് പേരുടെ ലിസ്റ്റ് ആണല്ലോ ഇടുക. ഒരുപാട് പേര് ഇടില്ല, കുറച്ച് പേര്. അപ്പൊ അതില് കട്ട് ഓഫ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ എക്സാം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കൺഫ്യൂസിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം എക്സാം അങ്ങനെയാണല്ലോ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹമാണ് അത്. കാരണം നമ്മളൊരു, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചോദിക്കാം അല്ലെ. നമുക്ക് അങ്ങനെ എല്ലാം ആ ഒരു കോപ്പി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കിട്ടില്ല നമുക്ക് ഒരിക്കലും. പിന്നെ മാത്രമല്ല, നിങ്ങൾ നന്നായി അതിന്റെ ബാക്കിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അതും കൂടിയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പൊ ഇനിയും എക്സാമുകൾ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം, കോൺഫിഡൻസോട് കൂടി തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ കുറെ പേര് ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു. അത് കുറച്ചൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്ക്, അതുപോലെ DCP, KGT, ഷോർട്ട് ഹാൻഡ് ഒക്കെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും വേഗം അപ്ലൈ ചെയ്തിടുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം കേട്ടോ. അതുപോലെ തന്നെ ഡിസംബറിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമുക്ക് വരാനുണ്ട്. സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, അങ്ങനെ കുറച്ച് പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് പോസ്റ്റുകൾ വരും. അതിനൊക്കെ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. മിസ്സിനോടാണ് എല്ലാ താങ്ക്സും. ഓക്കെ താങ്ക് യു. വളരെ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളുടെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ എനർജറ്റിക് ആവാണ് ചെയ്യാം. ഇനിയും നമുക്ക് ദൂരത്തേക്ക് ഓടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല നോട്ടുകളും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് തരാനായിട്ടുള്ള ഒരു എനർജി ലെവൽ കൂടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഡിഗ്രി വേണമെന്ന് വെച്ചാൽ എല്ലാത്തിനും ഡിഗ്രി വേണമെന്നില്ല. എനിക്ക് തോന്നുന്നു കമ്പനി ബോർഡിന് ഡിഗ്രി വേണം തോന്നുന്നുണ്ട് കേട്ടോ. കമ്പനി ബോർഡ് സാധാരണ സ്റ്റെനോഗ്രാഫറൊക്കെ വിളിക്കുമ്പോൾ ഡിഗ്രി ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട. ഇപ്പൊ മനസ്സിലായല്ലോ, ഇനി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് അടുത്ത ഇത് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നമുക്ക് ഇനിയും ഉണ്ടല്ലോ, നമ്മൾ അതിൽ നേടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, വെരി താങ്ക് യു.